ഇതാണ് എൻ്റെ ജോയ്സ്റ്റിക്ക്. ഹായ് ഹലോ. ഞങ്ങളെ കുറേ നാളുകൾക്ക് ശേഷം നോക്കിയിരുന്നിട്ട് ഒരു ബെൻസ് കാർ വാങ്ങി. ആ ബെൻസ് കാർ നിങ്ങളെവിടെയും കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ആ ബെൻസ്. അമ്മേ, മെഴ്സസ് ബെൻസാണ് AMG. നേരിട്ട് കണ്ടിട്ടൊന്നും അല്ല മേടിച്ചത്, ഓൺലൈൻ കണ്ടു, നല്ല റിവ്യൂ കണ്ടു, അപ്പോൾ വാങ്ങിയതാണ്. നമ്മുടെ കൊച്ചിന് വേണ്ടി മേടിച്ചതാണ്. ഇത് 12 വാട്ടിൻ്റെ ബാറ്ററിയാണെന്ന് പറഞ്ഞേ. സെൽഫ് ഡ്രൈവിങ് ചെയ്യാം, 2 പേർക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ നമുക്ക് പാരൻറ്റ് കൺട്രോളുണ്ട്, റിമോട്ടിലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊച്ചിനായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയും ചെയ്യാം, RC കാർ ഓടിക്കുന്ന പോലെ. എന്തായാലും ഒന്ന് തുറന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നത് നോക്കട്ടെ. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവർ. 60 ഡേയ്സിൻ്റെ റിട്ടേൺ പോളിസി ഉണ്ട്. അതേപോലെ കുട്ടികളുടെ ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തെ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കട്ടെ ആദ്യം. എനിക്ക് കേട്ടോ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് ചെറുപ്പത്തിലൊന്നും റിമോട്ട് കാർ ഓടിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. കൂട്ടുകാരുടെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓടിച്ച് ഇതിൽ താഴെ ഇങ്ങനെയാണേ. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ പിടിച്ച് നമുക്ക് സിമ്പിളായിട്ട് വലിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. വണ്ടി വലിക്കാൻ വേറെ എടുത്തിട്ട് ആവശ്യമില്ല. കണ്ടോ, എൻ്റെ റിയർ വീലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് ടയർ ഇറങ്ങുന്നത്. ചാർജ് തീരാണെങ്കിൽ നമുക്കിതിങ്ങനെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ 2 ടയർ താഴേക്ക് വീഴും. ഇതാണ് കാറിൻ്റെ ഒരു ഇൻറ്റീരിയർ. സ്പോർട്സ് ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. ഇവിടെ ഒരു ഹോൺ ഉണ്ട്. എവിടെയാണാവോ? ഇവിടെ അടിക്കാറുണ്ടല്ലോ. ഫ്രണ്ട് ഗിയർ, ഫ്രണ്ടിലേക്കുള്ള ഗിയർ, പാർക്ക്, റിവേഴ്സ്, ലാമ്പ്. ഇത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സൗണ്ടാണേ. സൈഡ് പ്രൊഫൈൽ, സൈഡ് ഇങ്ങനെയാണ്. ലോക്കുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു AMGയുടെ ഒരു ഇതുണ്ട്, സ്പീഡോമീറ്റർ ഇവിടെ ഉണ്ട്. ചെറിയ ലൈറ്റ് ഉണ്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റിയർ വീലാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മോട്ടറൊക്കെ ഇരിക്കുന്നത് ബാക്കിലാണ്. എല്ലാ ഇലക്ട്രിക് കാറും നേരിടുന്ന പ്രധാന പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രധാന ചോദ്യമാണ് കയറ്റം കയറുമെന്ന്. നമുക്ക് നോക്കാം. ആദ്യം കുഴിയിലിറക്കി വെക്കാം, എന്നിട്ടല്ല കയറ്റം കയറും നോക്കട്ടെ. ഇതൊരു 6 ഫീറ്റ് താഴ്ചയുണ്ട്, അതിലുപരി പുല്ലാണ്. അപ്പോൾ ആളില്ലാണ്ട് കയറി നോക്കാം തൽക്കാലം. ഞാൻ കൊച്ചായിട്ട് ഓടിക്കാറുണ്ട്, കയറാറുണ്ട്. അങ്ങനെ കയറ്റം കയറിയിരിക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച ഉപയോഗിച്ച് ഓടിച്ച് പരിപ്പെടുത്ത് കഴിഞ്ഞ പിന്നുള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഡ്രൈവറിലാണ്ട് ഓടിക്കുന്നതാണ്. കാറിൻ്റെ റിവ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ടിൽ ലോഗോ ഉണ്ട്, ടയറിൽ വരെ ബെൻസിൻ്റെ ലോഗോ വെച്ചിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പോർട്സ് കാറിൻ്റെ ടൈപ്പിലുള്ള സ്റ്റിയറിംഗ്. ഹോണുണ്ട്. ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച്, പാർക്ക്, റിവേഴ്സ്, സെൽഫായിട്ട് ഡ്രൈവ് വേണ്ടി. ഇപ്പോൾ റിവേഴ്സ്, ഇത് ഫോർവേഡ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഉണ്ട് കുട്ടിക്ക് ഇടാൻ വേണ്ടി. ഒരാൾക്ക് ഡ്രൈവ് വേണ്ടുള്ളൂ കേട്ടോ, ചെറിയ സീറ്റല്ലേ. ഇതും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡോറ് ഇങ്ങനെയാണ്. പുള്ളിക്ക് പിടിച്ചു. നല്ല മിററൊക്കെ ഉണ്ട്.
ബാക്ക് പോർഷൻ എങ്ങനെയാണ്? ലൈറ്റ് ഓണായോ? ലൈറ്റ് ഓൺ ആയിട്ട് ലൈറ്റ്സ് ഓണായി. ബാക്കിന് ലോഗോ ഉണ്ട്. ഇതിപ്പോൾ പുല്ലിക്കൂടെ പോകുന്ന കാരണമാണ് ഇത്തിരി സ്ലോ ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഏകദേശം നമുക്കൊരു 5 കിലോമീറ്റർ സ്പീഡ് വരെ ഓടിക്കാം. ഇപ്പം ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യണ കാരണം കുറച്ച് മെനക്കേടാണ്. ഇതാണ് കാറിൻ്റെ ഓവറോൾ വ്യൂ. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കാറ്. നല്ല ആണ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് പ്രൊഫൈൽ ഇങ്ങനെയാണ്. പാർക്ക് ലാമ്പൊക്കെ ഉണ്ട്. ബാക്ക് വ്യൂ. ഇതിപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും ഒരേ സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതിപ്പോൾ അവൾക്ക് വേണ്ടി മേടിച്ചാണെങ്കിലും ഞാനാണ് മൊത്തം കളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഇത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കാറ് വാങ്ങാൻ തന്നെ കാര്യം. ഇതിപ്പോൾ ഓട്ടോണമസ് കാർ പോലെയായി, കാരണം ഡ്രൈവറെ ഫ്രണ്ടിൽ ഓടി. ഇത് നമ്മുടെ പെറ്റൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ പൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനൊരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ട് അതിലേക്ക് പൂപ്പാക്കിയിട്ട് ബിന്നിലേക്ക് തന്നെ ഇടണം. എന്തോ ഒരു റേഞ്ച് വരെ പോകുന്നു നോക്കാം കേട്ടോ. വേണമെങ്കിൽ 1, 2, 3 സ്പീഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. കാർ അവിടെ വരെ പോയിട്ടുണ്ട്. ഞാൻ തിരിച്ചെടുക്കുകയാണ്. അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് വണ്ടി.